ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തെ നിന്ദിക്കുന്നതിന് പകരം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജനമായി എല്ലാവരും രൂപാന്തരം പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സോളെ നിയമാവർത്തനം 31 അധ്യായത്തിൻ്റെ 20 തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, തേനും പാലും ഒഴുകുന്ന ദേശത്ത് ഞാൻ നിങ്ങളെ എത്തിക്കും. നിങ്ങൾ അവിടെ വെച്ച് ഭക്ഷിച്ച് തൃപ്തരാകും. ഭക്ഷിച്ച് തൃപ്തരായി തടിച്ചു കൊഴുക്കും. അങ്ങനെ തടിച്ചു കൊഴുത്തു കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിക്കും. കല്ലും മണ്ണും തടിയും കൊണ്ടുണ്ടാക്കുന്ന മൂകദൈവങ്ങളെ നിങ്ങൾ സേവിക്കുകയും എൻ്റെ ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് എത്രയോ യാഥാർത്ഥ്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞിരിക്കുന്നത്. തേനും പാലും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ അവിടെ ഭക്ഷിച്ച് തൃപ്തരായി തടിച്ചു കൊഴുക്കും. അപ്പോൾ നിങ്ങൾ അന്യദേവന്മാരെ സേവിക്കുകയും എൻ്റെ ഉടമ്പടി ലംഘിച്ച് എന്നെ നിന്ദിക്കുകയും ചെയ്യും. ഇന്ന് സഹോദരങ്ങളെ, ക്രൈസ്തവ വിശ്വാസത്തിലേക്കും വിശ്വാസികളിലേക്കും നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആരെല്ലാം ഭക്ഷിച്ച് തൃപ്തരാകുന്നുവോ, വലിയ കെട്ടിടങ്ങൾ കെട്ടി, വലിയ വീടുകൾ വാങ്ങി, വലിയ ബിസിനസ്സുകൾ ലക്ഷങ്ങളും കോടികളുമൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോൾ മൂകദൈവങ്ങളുടെ പുറകെ പോയി അവയെ സേവിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് മദ്യപിക്കുക, വ്യഭിചാരം ചെയ്യുക, മോഷ്ടിക്കുക, ചതി പറയുക, ഇങ്ങനെ മോശപ്പെട്ട ജീവിതങ്ങളിലൂടെ നടന്ന് ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ച് ദൈവത്തെ നിന്ദിക്കുന്ന ഒരു ജനമായി അനേകം വ്യക്തികൾ മാറി. സഹോദരങ്ങളെ, നമ്മുടെ വഴികൾ മാറ്റി ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ എല്ലാവരെയും ദൈവമായ കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.